ചട്ടവിരുദ്ധമായി നിയമനം നടത്തിയെന്ന് കാണിച്ച് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വിസിമാരുടെ ഹിയറിംഗ് ആരംഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല വിസിക്കായി അഭിഭാഷകൻ നേരിട്ട് രാജ്ഭവനിലെത്തി. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർ ഓൺലൈനായാണ് ഹാജരായത്. വിസിമാരുടെ ഹർജിയിൽ ഹൈക്കോടതിയാണ് ഹിയറിംഗ് നിർദ്ദേശിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഉണ്ട്. വിഷ്ണു, കാലിക്കറ്റ് സർവകലാശാല വിസിക്ക് വേണ്ടി അഭിഭാഷകനാണ് ഇപ്പോൾ നേരിട്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളവർ ഓൺലൈനായും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവർണർ വിസിമാരുമായുള്ള നടക്കുന്ന സംഭാഷണത്തിൽ ഗവർണറുമായി വിസിമാർ നടത്തുന്ന ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുരോഗമിക്കുകയാണ്. യോഗത്തിൽ ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർ ഓൺലൈനായാണ് ഹാജരായത്. സംസ്കൃത സർവകലാശാല വിസിക്ക് വേണ്ടി അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായിട്ടുണ്ട്. അതോടൊപ്പം കാലിക്കറ്റ് സർവകലാശാല വിസിക്കായിട്ട് അഭിഭാഷകൻ നേരിട്ട് രാജ്ഭവനിലെത്തിയാണ് ഹിയറിംഗിനായി ഹാജരായത്. വിസിമാരുടെ ഹർജിയിൽ ഹൈക്കോടതിയാണ് ഹിയറിംഗ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 4 വിസിമാരെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി നടപടി സ്വീകരിക്കാനായി ഗവർണർ മുന്നിട്ട് നിന്നിരുന്നു. ആ ഗവർണറുടെ നടപടിക്ക് എതിരായാണ് ഈ വിസിമാർ കോടതിയിൽ ഹർജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിസിമാരുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഹിയറിംഗിനായി അനുമതി നൽകിയത്. അതിന് ഇന്നാണ് ഗവർണറുമായി ഹിയറിംഗ് നിർദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹിയറിംഗിനായി എത്താൻ സാധിക്കില്ല എന്ന് തന്നെ നേരത്തെ സംസ്കൃത സർവകലാശാല വിസി അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഓൺലൈനായി ഹാജരാകണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അഭിഭാഷകനെ ഓൺലൈനായി ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഇത് ഹാജരായത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാർ ഓൺലൈനിൽ ഹാജരായിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വിസി മാത്രം വിസിക്കായി അഭിഭാഷകനാണ് നേരിട്ട് രാജ്ഭവനിലെത്തിയത്. മറ്റുള്ളവരെല്ലാം ഓൺലൈനായാണ് ഹാജരാകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിശദീകരണം കേൾക്കും. വിശദീകരണം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും നടപടികൾ സ്വീകരിക്കുക. നടപടിക്ക് മുൻപായി തന്നെ ഹൈക്കോടതിക്ക് ഗവർണർ റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടതിന് ശേഷമായിരിക്കും ഗവർണർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിസി ചട്ടലംഘനം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ചട്ടലംഘനം നടന്നതാണ് വിസി നിയമനം നടന്നത് എന്നാണ് ഗവർണർ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇതിനു ശേഷമായിരിക്കും എന്തായാലും എടുക്കുക. തുളസി. ശരി വിഷ്ണു, ചട്ടവിരുദ്ധമായി നിയമനം നേടിയെന്ന് കാണിച്ചാണ് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് 4 വിസിമാർക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വിസിക്കായി അഭിഭാഷകൻ നേരിട്ട് രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.